അതേതായാലും നന്നായി. കണ്ടിട്ട് കാലം കുറേ ആയില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിൽ കാണാറുണ്ട് എൻ്റെ കൂടെ പഠിച്ച സുന്ദരൻ്റെ ആ കുഞ്ഞുമുഖം. എന്നോട് നിനക്കിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് നീ ഒരു നീറ്റില്ല, ഒരു ഉണങ്ങാത്ത മുറിവിൻ്റെ നീറ്റില്. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അതൊക്കെ വിട്ടുകള. അന്ന് എനിക്ക് നഷ്ടപ്പെട്ട ഈ വലങ്കൈക്ക് പകരം ഒരു മരക്കൈയെങ്കിലും വെക്കാൻ എനിക്ക് കഴിഞ്ഞു. നിനക്കോ? എന്റെ കുസൃതി കാരണം നിനക്കന്ന് വേറിട്ട് പോയതൊരു ജീവിതം തന്നെയല്ലടാ. അന്നത്തെ ആ സംഭവത്തിന് ശേഷം അച്ഛൻ എന്നെ കൊണ്ടുപോയത് മംഗലാപുരത്തേക്കാ. ഫ്രസ്ട്രേഷനായിരുന്നു മൂപ്പർക്ക്. അതങ്ങനെ മൂത്ത് മുഴുഭ്രാന്തായി അവസാനം അങ്ങ് തീർന്നുപോയി. പിന്നെ അങ്ങോട്ട് അലച്ചിലായിരുന്നു. ഏറെ ഉയരത്തിൽ നിൽക്കുമ്പോഴും ഞാൻ ആഗ്രഹിച്ചത് അതിനേക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന എന്റെ പഴയ അൻവർ അലിയെ കാണാനാ. എടാ, നമ്മൾ കാരണം വേറിട്ട് പോയതൊക്കെ നമ്മൾ തന്നെ കൂട്ടിച്ചേർക്കണം. ഞാൻ നിന്റെ ഉപ്പയെ കണ്ടിട്ടാ വരുന്നത്. അന്നുണ്ടായതൊക്കെ ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞപ്പോ മൂപ്പർക്ക് കണ്ണീരായിരുന്നു. പണ്ടും ആ 2 തന്തമാർക്ക് ജയിക്കാൻ വേണ്ടിയായിരുന്നല്ലോ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തത്. ഇതെന്തൊക്കെ മേസ്ത്രിയെ ഞാൻ കേൾക്കണത്. സുന്ദരൻ ഇവിടെ വന്ന് ഇതൊക്കെ പറയുമ്പോൾ എനിക്കിതൊരു സ്വപ്നം കാണുന്ന പോലെയാ തോന്നുന്നത്. സ്വപ്നം അല്ലടാൻ പറയേ, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഞാനിപ്പോൾ വരുന്നത് ദുബായിൽ നിന്ന്. അവിടെയുള്ള എൻ്റെ ഷെയ്ക്കിനൊരാഗ്രഹം. ഒന്നല്ല, ഒരുപാട് മരക്കപ്പലുകൾ ഇവിടെ പണി തീർത്ത് വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കണമെന്ന്. അതിൻ്റെ മുഴുവൻ മേൽനോട്ടവും ബറാമി പാരമ്പര്യമുള്ള നീ ഏറ്റെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം.